സർവേഷാ മമ സാദര പ്രണാമഃ. എല്ലാ കൂട്ടുകാർക്കും സംസ്കൃതം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ഫാത്തിമ. യെസ്, പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ കൺഫ്യൂഷൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് പുതിയ ടെക്സ്റ്റ് ആയതുകൊണ്ട് തന്നെ അതിലുണ്ടാകുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ള കാര്യം മിസ്സിന് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലുള്ള ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും മിസ് ഇതുപോലെയുള്ള വീഡിയോസിലായിട്ട് നമുക്കിടാം. യെസ്, അതുപോലെ മാരത്തോൺ വരികയാണ് അല്ലെ. മാരത്തോണിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ ഭാഗങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാം, ടെൻഷൻ ഫ്രീ ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് സംസ്കൃത ഭാഷയുടെ മഹത്വം, അതിനെ കുറിച്ചിട്ടുള്ള ഒരു എസ്സെയാണ്. നിങ്ങൾക്ക് പാഠഭാഗത്ത് പഠിക്കാനുള്ളതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എസ്സെയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് അതിലുള്ളത് എന്നുള്ളത് നോക്കാം. ഓക്കെ, സംസ്കൃതം ന കേവലം ഭാരതസ്യ പ്രാചീനതമാ ഭാഷ അപിതു വിശ്വസ്യ അനേകാസാം ഭാഷാണാം ജനനീ ഭവതി. എന്താണ് പറയുന്നത്? സംസ്കൃതം എന്ന് പറയുന്നത് ന കേവലം ഭാരതസ്യ, ഭാരതത്തിന്റെ പ്രാചീനതമ എന്ന് പറയുന്നത് പഴക്കമുള്ള, ഭാരതത്തിന്റെ പഴക്കമുള്ള ഭാഷ അപീതു എന്ന് പറഞ്ഞാൽ മാത്രമല്ല, പഴക്കമുള്ള ഒരു ഭാഷ മാത്രമല്ല, വിശ്വസ്യ എന്ന് പറയുന്നത് ലോകത്തിന്റെ എന്താണ്? വിശ്വസ്യ എന്ന് പറയുന്നത് ലോകത്തിന്റെ അനേകാസാം ഭാഷാണാം ജനനീ ഭവതി. അനേകം ഭാഷകളുടെ ജനനിയാണ്. ജനനി എന്ന് പറഞ്ഞാൽ അമ്മയാണ്. അപ്പൊ എന്താണ് നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളത്? സംസ്കൃത ഭാഷ എന്ന് പറയുന്നത് അത് ഒരു പഴക്കമുള്ള ഭാഷ മാത്രമല്ല, അതുപോലെ തന്നെ ലോകത്തിന്റെ എല്ലാ ഭാഷകളുടെയും അമ്മയായിട്ടാണ് സംസ്കൃത ഭാഷയെ കണക്കാക്കുന്നത്. മനസ്സിലായല്ലോ? യെസ്. അസ്മാകം വേദാഹ, അസ്മാകം എന്ന് പറഞ്ഞാൽ നമ്മുടെ വേദങ്ങളൊക്കെ തന്നെയോ. അപ്പൊ നമ്മുടെ വേദങ്ങൾ അല്ലെ, വേദാഹ, ഉപനിഷത്തുക്കളും, നമ്മുടെ വേദങ്ങളും അതുപോലെ തന്നെ ഉപനിഷത്തുക്കളും, രാമായണം, മഹാഭാരതം, ഭഗവത്ഗീത, പുരാണാനി ച സംസ്കൃത ഭാഷായാമേവ രചിതാഹ സന്തി. എന്താണ്? രാമായണം, അതുപോലെ ഭഗവത്ഗീത, പുരാണങ്ങളും അതുപോലെ ഉപനിഷത്തുക്കളും വേദങ്ങളും ഒക്കെ തന്നെയും സംസ്കൃത ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് അല്ലെ. സംസ്കൃത ഭാഷയിലാണ് നമ്മുടെ എല്ലാ സാഹിത്യ ലോകത്തെ എല്ലാ കാര്യങ്ങളും ആദ്യമായിട്ട് എഴുതിയിട്ടുള്ളത് സംസ്കൃതത്തിലാണ് അല്ലെ. യെസ്, ആദ്യമായിട്ടുള്ള പുരാണങ്ങളും അതുപോലെ തന്നെ ഭഗവത്ഗീത, മഹാഭാരതം, രാമായണം ഒക്കെ തന്നെയും നമുക്ക് സംസ്കൃത ഭാഷയിലാണ് അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഏതേശാം ഗ്രന്ഥാനാം വാസ്തവിക ജ്ഞാനം പ്രാപ്തും സംസ്കൃതസ്യ പഠനം മഹദാവശ്യകം അസ്തി എന്നാണ് പറയുന്നത്. ഏതേശാം ഗ്രന്ഥാനാം, ഈ ഗ്രന്ഥങ്ങളെ കുറിച്ചൊക്കെ തന്നെയും വാസ്തവിക ജ്ഞാനം എന്ന് പറയുന്നത് അറിവ് നേടുന്നതിന്, വാസ്തവമായിട്ടുള്ള അറിവ് നേടുന്നതിന്. ഓക്കെ, വാസ്തവിക ജ്ഞാനം എന്ന് പറയുന്നത് അറിവ് നേടുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അറിവ് നേടാനായിട്ട് പ്രാപ്തും, അത് ലഭിക്കാൻ സംസ്കൃതസ്യ പഠനം മഹദാവശ്യകമസ്തി. സംസ്കൃതത്തിന്റെ പഠനം എന്ന് പറയുന്നത് ആവശ്യകമാണ്. ഓക്കെ, ഇത്തരത്തിലുള്ള പുരാണങ്ങളും അതുപോലെ വേദങ്ങളും ഒക്കെ തന്നെ സംസ്കൃതത്തിലാണ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് സംസ്കൃതം അറിയണം എന്നുള്ളത് വളരെ അത്യാവശ്യമായിരുന്നു. കാരണം എന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള പുസ്തകങ്ങളൊക്കെ നമുക്ക് വായിച്ച് അറിവ് നേടാൻ വേണ്ടിയിട്ട് പഴയ കാലത്ത് പറ്റിയിരുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാവരും സംസ്കൃതം പഠിച്ചിരുന്നു എന്നാണ് അതിൽ നിന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം പറയാണ്, ഭാരതീയ ഭാഷാസു വിശേഷതഃ മലയാളം, തെലുഗു, കന്നഡ ഇത്യാദിഷു ബഹുസംഖ്യകാഃ ശബ്ദാഃ സംസ്കൃതാത് ഏവ ഗൃഹീതാഃ സന്തി. എന്താണ് പറയുന്നത്? ഭാരതീയ ഭാഷകളിൽ വിശേഷതയുള്ള പ്രമുഖരായിട്ടുള്ള അല്ലെങ്കിൽ മുഖ്യമായിട്ടുള്ള മലയാളം, തെലുങ്ക്, കന്നഡ തുടങ്ങിയിട്ടുള്ള ഭാഷകളൊക്കെ തന്നെയും ബഹുസംഖ്യകാഃ ശബ്ദാഃ. എന്താണ് പറയുന്നത്? ബഹുസംഖ്യകാഃ ശബ്ദാഃ. ബഹുസംഖ്യകാഃ എന്ന് പറഞ്ഞാല് ഭൂരിഭാഗം ഭാഷകളും, ഭൂരിഭാഗം ശബ്ദാഃ അല്ലെ. ശബ്ദാഃ എന്ന് പറയുന്ന ഭൂരിഭാഗം വാക്കുകളും, ശബ്ദങ്ങൾ അല്ലെ, ഭൂരിഭാഗം വാക്കുകളും സംസ്കൃതാത് ഏവ ഗൃഹീതാഃ സന്തി. സംസ്കൃതത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഗൃഹീതാഃ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉൾത്തിരിഞ്ഞു വരിക എന്നാണ്. ഉൾത്തിരിഞ്ഞു വരിക.
ഉൾത്തിരിഞ്ഞു വരിക എന്ന് പറഞ്ഞാൽ അതിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലെ. നമ്മളിപ്പോ ബ്രദർ ബ്രദർ എന്ന് പറയുന്നുണ്ട്, ഭ്രാതഹ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ബ്രദർ എന്ന് പറയുന്നത് ഒരു സാൻസ്ക്രിറ്റ് വാക്കാണ്. കാരണം നമ്മൾ ഭ്രാതഹ എന്ന് പറയുന്നത്, ഭ്രാതഹ എന്നുള്ള വാക്കിൽ നിന്നാണ് ബ്രദർ ബ്രദർ ഭ്രാത 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 എന്നുള്ളത് വന്ന് ബ്രദർ ആയി മാറിയത്. അങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും, നമ്മളിപ്പം കരം എന്ന് മലയാളത്തിൽ പറയുന്നില്ലേ, കരം, കരങ്ങൾ അല്ലെ. കരം എന്നുള്ളത്, കരഹ എന്ന് പറയുന്നത് സംസ്കൃതം വാക്കാണ്. അപ്പൊ അതുപോലുള്ള ഒരുപാട് വാക്കുകൾ നമുക്ക് മലയാളത്തിൽ നിന്നുള്ള ഒരുപാട്, നമ്മൾ പറയുന്ന ഒരുപാട് വാക്കുകൾ സംസ്കൃതത്തിൽ നിന്ന് കിട്ടിയതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. യെസ്, അടുത്തതായിട്ട് പറയാണ്, പാണിനി മഹർഷേഹേ അഷ്ടാധ്യായി ഇതി വ്യാകരണ ഗ്രന്ഥഃ പൂർണ്ണതഃ വൈജ്ഞാനികം തർക്കശുദ്ധം ച അസ്തി. എന്താണ് പറയുന്നത്? പാണിനി മഹർഷേഹേ, പാണിനി മഹർഷിയുടെ അഷ്ടാധ്യായി, പാണിനി മഹർഷി എഴുതിയിട്ടുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കൃതിയാണ് അല്ലെ അഷ്ടാധ്യായി എന്ന് പറയുന്ന വ്യാകരണ ഗ്രന്ഥം. ഒരു ഗ്രാമറിന്റെ പുസ്തകമാണ്. ഓക്കെ, വ്യാകരണം എന്ന് പറയുന്നത് ഗ്രാമർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പാണിനി മഹർഷിയുടെ അഷ്ടാധ്യായി എന്ന് പറയുന്ന ഒരു വ്യാകരണ ഗ്രന്ഥം പൂർണ്ണതഃ വൈജ്ഞാനികം തർക്കശുദ്ധം ച അസ്തി. എന്താണ്? പൂർണ്ണതയോട് കൂടിയിട്ട്, പൂർണ്ണമായും അതെന്താണ്? വൈജ്ഞാനികമാണ്, തർക്കശുദ്ധവുമാണ്, അഥവാ ശാസ്ത്രീയവുമാണ്, യുക്തിയും. തർക്കശുദ്ധം എന്ന് പറഞ്ഞാൽ എല്ലാം അടങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ യുക്തിസഹവുമാണ്. അപ്പൊ ശാസ്ത്രീയമാണ്, അതുപോലെ യുക്തിസഹവുമാണ്. ഓക്കെ, സഹ അന്യഭാഷാണാം ക്ലിഷ്ടം, സഹ അദ്ദേഹം അന്യഭാഷാണാം ക്ലിഷ്ടം എന്ന് പറയുന്നത്, അന്യഭാഷകളുടെ ക്ലിഷ്ടം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ സങ്കീർണമായിട്ടുള്ള, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് എന്ന് നമുക്ക് പറയാം. ക്ലിഷ്ടം എന്ന് പറയുന്നത് ബുദ്ധിമുട്ട്, മറ്റു ഭാഷകളിലുള്ള ബുദ്ധിമുട്ട്. വ്യാകരണം ശീഘ്രമേവ അവഗന്തും സമർത്ഥഃ ഭവതി. എന്താണ്? അദ്ദേഹത്തിന് വ്യാകരണത്തിലൂടെ പെട്ടെന്ന്, ശീഘ്രമേവ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, അവഗന്തും അറിയാനായി സമർത്ഥഃ ഭവതി, സമർത്ഥനാണ്. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത്? പാണിനി മഹർഷി അല്ലെ, പാണിനി എന്ന് പറയുന്ന മഹർഷി അഷ്ടാധ്യായി എന്ന് പറയുന്ന ഒരു വ്യാകരണ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ഓക്കെ, അദ്ദേഹം അത് വളരെ ശാസ്ത്രീയവും തർക്കശുദ്ധവുമായിട്ട്, തെറ്റുകളൊന്നും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടാണ് എഴുതിയിട്ടുള്ളത്. സഹ അദ്ദേഹത്തിന് ഒരു കഴിവുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യഭാഷാണാം ക്ലിഷ്ടം, മറ്റുള്ള ഭാഷകളിലുള്ള ക്ലിഷ്ടം, ബുദ്ധിമുട്ടുകള് വ്യാകരണത്തിലൂടെ മാറ്റാനുള്ള ഒരു കഴിവ് കൂടി അദ്ദേഹത്തിനുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായല്ലോ? യെസ്. സങ്കടകസ്യ കൃതി ഉപയുക്താഹ ഭാഷ ഭവതി സംസ്കൃത ഭാഷ. നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല. സങ്കടകം എന്ന് പറയുന്നതിന് കമ്പ്യൂട്ടർ ആണ്, കമ്പ്യൂട്ടർ. അപ്പൊ കമ്പ്യൂട്ടറിന് ഏറ്റവും യോജിച്ച ഭാഷ എന്ന് പറയുന്നത് സംസ്കൃത ഭാഷയാണ്. കമ്പ്യൂട്ടറിന് ഏറ്റവും യോജിച്ച ഭാഷ ഏതാണ്? സംസ്കൃത ഭാഷയാണ്. സംസ്കൃത ഭാഷായാഹ അധ്യയനാർത്ഥം പ്രചാരാർത്ഥം അനുസന്ധാനാർത്ഥം ച ആധുനിക യുഗേ കൃത്രിമ ബുദ്ധി അത്യന്തം സഹായകം ഭവതി. എന്താണ് പറയുന്നത്? സംസ്കൃത ഭാഷയുടെ അധ്യയനാർത്ഥം എന്ന് പറഞ്ഞാല് പഠനത്തിനും, അതുപോലെ പ്രചാരണാർത്ഥം അതിനെ പ്രോത്സാഹിപ്പിക്കാൻ, പ്രചരിപ്പിക്കാനും, അനുസന്ധാനാർത്ഥം എന്ന് പറയുന്നത് ഗവേഷകത്തിനും ആധുനിക യുഗേ കൃത്രിമ ബുദ്ധി അത്യന്തം സഹായകം ഭവതി. ആധുനിക യുഗത്തില് കൃത്രിമ ബുദ്ധി വളരെ സഹായകമാണ്. ഓക്കെ, വളരെ സഹായകമാണ് എന്നാണ് പറയുന്നത്. അതിനു മുന്നേ നമ്മൾ പറഞ്ഞ കാര്യം എന്തായിരുന്നു? കമ്പ്യൂട്ടറിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഭാഷ എന്ന് പറയുന്നത് സംസ്കൃത ഭാഷയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സംസ്കൃത ഭാഷയുടെ പഠനത്തിനും, അതുപോലെ അത് പ്രചരിപ്പിക്കാനും, ഗവേഷണത്തിനും ഒക്കെ തന്നെ നമുക്ക് കൃത്രിമമായിട്ടുള്ള ബുദ്ധി വേണം. കൃത്രിമ ബുദ്ധി എന്ന് പറഞ്ഞാല്, കൃത്രിമ ബുദ്ധി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, എന്താണ് കൃത്രിമ ബുദ്ധി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മറ്റൊന്നുമല്ല, ഒരാളുടെ ബുദ്ധി ഉപയോഗിക്കുക. ഓക്കെ, കൃത്രിമമായിട്ട് വെക്കുക. അഥവാ നമ്മൾ AI ഒക്കെ യൂസ് ചെയ്യുന്നില്ലേ, അത് തന്നെയാണ് ഇവിടെയും പറയുന്നത് കേട്ടോ. കൃത്രിമ ബുദ്ധേഹേ സഹായേന വ്യാകരണസ്യ സരളീകരണം, ഭാഷാനുവാദഃ, പ്രാചീന ഹസ്തലേഖന പാടവം, ശുദ്ധോച്ചാരണം,
പ്രശിക്ഷണം സാധ്യതയെ എന്നാണ് പറയുന്നത്. സഹായന അല്ല, അപ്പൊ കൃത്രിമ ബുദ്ധിയുടെ സഹായത്തോടെ വ്യാകരണസ്യ സരളീകരണം, വ്യാകരണത്തെ സരളമാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? എളുപ്പമാക്കുക, വ്യാകരണത്തെ എളുപ്പമാക്കുക അല്ലെങ്കിൽ ലളിതമാക്കുക. അതുപോലെ ഭാഷാനുവാദ എന്ന് പറയുന്നത് എന്താണ്? ഭാഷകള് വിവർത്തനം ചെയ്യുക, ഭാഷാ വിവർത്തനം. അതുപോലെ പ്രാചീന ഹസ്തലേഖന പാടവം, പ്രാചീനമായിട്ടുള്ള കൈയക്ഷരങ്ങൾ വായിക്കുക അല്ലെ. പ്രാചീന ഹസ്തം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാചീനമായിട്ടുള്ള കൈ. ഓക്കെ, ഹസ്തലേഖന പാടവം. അപ്പൊ പ്രാചീനമായിട്ടുള്ള കൈയക്ഷരങ്ങളും അതുപോലെ അവരുടെ എഴുത്തുകളൊക്കെ വായിക്കുക. ശുദ്ധോച്ചാരണം, ശുദ്ധമായിട്ട് ഉച്ചരിക്കാൻ പഠിക്കുക. ശുദ്ധോച്ചാരണം അതുപോലെ പ്രശിക്ഷണം എന്ന് പറയുന്നത്, ഇതൊക്കെ പ്രശിക്ഷണമൊക്കെ തന്നെയും ഉച്ചാരണമൊക്കെ പരിശീലിപ്പിക്കുക ഒക്കെ തന്നെയും സാധ്യമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സംസ്കൃതത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഭാഷ എന്ന് പറയുന്നത് എന്താണ്? കമ്പ്യൂട്ടറിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഭാഷ എന്ന് പറയുന്നത് സംസ്കൃതമാണ് എന്ന് പറയുന്നു. അതിനുശേഷം നമ്മൾ പറയുന്ന കാര്യമാണ് സംസ്കൃത ഭാഷയുടെ പഠനത്തിനും അതുപോലെ അത് പ്രചരിപ്പിക്കാനും ഗവേഷണത്തിനും ഒക്കെ തന്നെ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? ഒരു കൃത്രിമ ബുദ്ധി ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. AI പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് സംസ്കൃത ഭാഷയെ ലളിതമാക്കാനും അതുപോലെ പഴയ ലിപികളൊക്കെ വായിക്കാനും അതുപോലെ പ്രാചീനമായിട്ടുള്ള ലേഖനങ്ങളും അതിന്റെ പഠനവും ഒക്കെ നടത്താനും പറ്റുന്നുണ്ട്. ശുദ്ധമായിട്ട് ഉച്ചരിക്കാനും അതുപോലെ പരിശീലിക്കാനും ഒക്കെ സാധ്യമാകുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഇയം ഭാഷ കലാരൂപാണം അധ്യയനാർത്ഥം മഹതി സഹായികി ഭവതി. ഈ ഭാഷ കലാരൂപങ്ങളെ പഠിക്കുന്നതിൽ ഈ ഭാഷ വലിയൊരു സഹായകമാണ്. കലാരൂപങ്ങൾ പഠിക്കുന്നതിൽ, അധ്യയനാർത്ഥം കലാരൂപങ്ങൾ, ഓക്കെ, കലാരൂപങ്ങൾ പഠിക്കുന്നതിൽ ഈ ഭാഷ വളരെ പ്രാധാന്യമുള്ളതാണ്. ഭാരതീയ കലാനം ഭാരതീയ കലകളായിട്ടുള്ള സംഗീതം അതുപോലെ നൃത്തം, നാട്യം, ചിത്രകല, വാസ്തുകല ഇത്യേതേഷാം ഭാരതീയ കലാനാം മൂലഭൂതാഃ സിദ്ധാന്തഃ സംസ്കൃതേ ഏവ നിബദ്ധാഃ സന്തി. എന്താണ് പറയുന്നത്? ഇവിടെ പറയാണ് ഭാരതീയ കലകളായിട്ടുള്ള സംഗീതം അതുപോലെ നൃത്തം, നാടകം, ചിത്രകല, വാസ്തുവിദ്യ തുടങ്ങിയ ഇന്ത്യൻ കലകൾ, ഭാരതീയ കല എന്ന് പറയുന്നത് ഇന്ത്യൻ കലയാണ്. അപ്പൊ ഇന്ത്യൻ കലകളൊക്കെ തന്നെയും എന്താണ് ചെയ്യുന്നത്? ഇന്ത്യൻ കലകളൊക്കെ തന്നെയും ഇതിന്റെയൊക്കെ മൂലഭൂതം എന്ന് പറയുന്നത്, അടിസ്ഥാനം എന്ന് പറയുന്നത്, അടിസ്ഥാന സിദ്ധാന്തം എന്ന് പറയുന്നത് സംസ്കൃതേ ഏവ നിബദ്ധാഃ ഭവതി അല്ലെ, സംസ്കൃതത്തിലാണ് എന്നാണ് പഠിപ്പിക്കുന്നത്. ഇതൊക്കെ തന്നെയും സംസ്കൃതത്തിലാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഭരതമുനിയുടെ നാട്യശാസ്ത്രം, ശാർഘദേവസ്യ സംഗീതരത്നാകരം, ഭോജരാജസ്യ സമരാങ്കണസൂത്രധാരഃ ഇത്യാദയഃ ഗ്രന്ഥാഃ സംസ്കൃത ഭാഷായാഃ ഏവ രചിതാഃ. സംസ്കൃത ഭാഷയിൽ രചിച്ചിട്ടുള്ള കുറെ ഗ്രന്ഥങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ്? ഭരതമുനിയുടെ നാട്യശാസ്ത്രം, അതുപോലെ ശാർഘദേവന്റെ സംഗീതരത്നാകരം, ഭോജരാജന്റെ സമരാങ്കണ സൂത്രധാരം, ഇത്രയും ഗ്രന്ഥങ്ങള് ഇതൊക്കെ സംസ്കൃത ഭാഷയിലാണുള്ളത്. കലാസു പ്രയുക്താഃ രസഃ, ഭാവഃ, മുദ്ര, താളം, രാഗഃ, അഭിനയഃ ഇത്യേതാദൃശാഃ അനേക പരിഭാഷിക ശബ്ദാഃ സംസ്കൃത മൂലകാഃ ഭവതി എന്നാണ് പറയുന്നത്. കലാസു, കലയില്, പ്രയുക്താഃ രസാഃ, കലയിൽ പ്രയോഗിക്കുന്ന രസങ്ങൾ, അതുപോലെ ഭാവം, മുദ്ര, താളം, രാഗം, അഭിനയം തുടങ്ങിയവയൊക്കെ തന്നെയും അനേകേ പരിഭാഷിക ശബ്ദാഃ, അനേകേ പരിഭാഷിക ശബ്ദാഃ എന്ന് പറഞ്ഞാൽ പല സാങ്കേതിക പദങ്ങളും അഥവാ ടെക്നിക്കൽ ടേംസ് ഒക്കെ സംസ്കൃത മൂലകാഃ ഭവതി എന്നാണ്, സംസ്കൃതത്തിൽ നിന്നുള്ളതാണ് എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ സംസ്കൃതത്തിന്റെ ഇമ്പോർട്ടൻസ് പറയുന്ന, സംസ്കൃതത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ഒരു എസ്സേ ആണ് ഇവിടെ ഉള്ളത്. സംസ്കൃതത്തിനെ കുറിച്ചിട്ടുള്ള എസ്സേ വരുന്ന സമയത്ത് ഇത്തരം പോയിന്റ്സുകൾ ഒക്കെ തന്നെ നിങ്ങൾ കൂടിച്ചേർത്തിട്ട് വേണം ആ ഒരു എസ്സേ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ ആണ്.
യെസ്. അപ്പൊ താങ്ക് യു.